ഹായ്, നമ്മളുടെ കമ്മ്യൂട്ടേറ്റീവ് അൽജിബ്ര എന്നുള്ള പേപ്പറിലെ ലാസ്റ്റ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഈ മൊഡ്യൂളിൽ നമുക്ക് ആദ്യം പറയാനുള്ളത് നൊതേറിയൻ മൊഡ്യൂൾസ്, അതേപോലെ ആർട്ടിൻ മൊഡ്യൂൾസ്, അത് കഴിഞ്ഞിട്ട് നൊതേറിയൻ റിങ്സ്, ആർട്ടിൻ റിങ്സ്. ഓക്കെ, അതിൽ ആദ്യത്തെ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നൊതേറിയൻ മൊഡ്യൂൾസ്, നൊതേറിയൻ മൊഡ്യൂൾസ്, ആർട്ടിൻ മൊഡ്യൂൾസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ നൊതേറിയൻ മൊഡ്യൂൾസ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന ഒരു കണ്ടീഷനാണ്, രണ്ട് കണ്ടീഷൻസ് ആണ് തന്നത്. രണ്ട് കണ്ടീഷനും ഇക്വലന്റ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നൊതേറിയൻ മൊഡ്യൂള് ഡിഫൈൻ ചെയ്യുന്നതിന് മുന്നേ നമുക്ക് ആ രണ്ട് കണ്ടീഷൻസ് ഈക്വലന്റ് ആണ്. മൊഡ്യൂൾസ് ഡിഫൈൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു കണ്ടീഷനാണ് അതിന് ഇക്വലന്റ് ആയിട്ടുള്ള ഒരു കണ്ടീഷൻ. ഓക്കെ, ആ ഇക്വലന്റ് ആണ് എന്നുള്ളത് പ്രൂവ് ചെയ്യാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. സോ നമ്മുടെ കയ്യിൽ ഒരു സിഗ്മ എന്നുള്ള ഒരു പാർഷ്യലി ഓർഡേർഡ് സെറ്റ് ഉണ്ട്. ഓക്കെ, ബൈ എ റിലേഷൻ നോട്ടേറ്റഡ് ലൈക്ക് ദിസ്. ഓക്കെ, ഒരു റിലേഷൻ പാർഷ്യൽ ഓർഡർ ആണെന്ന് എപ്പോഴാണ് പറയാം? അത് റിഫ്ലെക്സീവ് ആണ്, ആന്റിസിമെട്രിക് ആണ്, ട്രാൻസിറ്റീവ് ആണ്. നമുക്ക് ആദ്യം പറയാനുള്ള തിയറം ഈ രണ്ട് കണ്ടീഷൻസ് ഈക്വലന്റ് ആണെന്നാണ്. ഓക്കെ, ഒരു പാർഷ്യലി ഓർഡേർഡ് സെറ്റ് ഉണ്ട് സിഗ്മ. ആ സിഗ്മ എന്നുള്ള സിഗ്മയിലുള്ള ഏതൊരു ഇൻക്രീസിങ് സീക്വൻസ് എടുത്താലും, അതായത് x1 ≤ x2 ≤ എക്സെട്ര xn എന്നുള്ള ഒരു ഇൻക്രീസിങ് സീക്വൻസ് എടുത്താലും അത് സ്റ്റേഷനറി ആണെന്നുള്ള കണ്ടീഷൻ. സ്റ്റേഷനറി എന്ന് പറഞ്ഞാൽ ഒരു nth ടേം കഴിഞ്ഞാൽ എല്ലാ ടേംസും സെയിം ആയിട്ട് വരണം. ഓക്കെ, അതായത് there exists n in the set of all natural numbers such that xn equal to xn plus 1 equal to xn plus 2 etc. ഓക്കെ, ഒരു nth ടേം കഴിഞ്ഞാൽ സീക്വൻസിലെ എല്ലാ ടേംസും സെയിം ആയിട്ട് വരണം. അങ്ങനെ വരുമ്പോഴാണ് ഒരു സീക്വൻസ് സ്റ്റേഷനറി ആണെന്ന് പറയാം. ഇവിടെ നമ്മൾ പറയുന്ന ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് ഈ പാർഷ്യലി ഓർഡേർഡ് സെറ്റിലുള്ള ഏതൊരു ഇൻക്രീസിങ് സീക്വൻസ് എടുത്താലും അത് സ്റ്റേഷനറി ആണെന്നുള്ളതാണ്. ഈ ഒരു കണ്ടീഷനെ നമ്മൾ അസെൻഡിങ് ചെയിൻ കണ്ടീഷൻ എന്നാണ് പറയാം. ഷോർട്ടായിട്ട് ഇനി ഇതേ രൂപത്തിൽ നമ്മൾ വായിക്കുക, അസെൻഡിങ് ചെയിൻ കണ്ടീഷൻ. ഓക്കെ, അസെൻഡിങ് ചെയിൻ കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് മാക്സിമൽ കണ്ടീഷൻ ഹോൾഡ് ചെയ്യും. എവറി നോൺ എംപ്റ്റി സബ്സെറ്റ് ഓഫ് സിഗ്മ ഹാസ് എ മാക്സിമൽ എലമെന്റ്. അതായത് സിഗ്മന്റെ ഏതൊരു നോൺ എംപ്റ്റി സബ്സെറ്റ് എടുത്താലും അതിന് ഒരു മാക്സിമൽ എലമെന്റ് ഉണ്ടാവും. ഓക്കെ, ഇനി അതിനെ നമ്മൾ മാക്സിമൽ കണ്ടീഷൻ എന്നാണ് പറയാം. ആ കണ്ടീഷന് അസെൻഡിങ് കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മാക്സിമൽ കണ്ടീഷൻ ഹോൾഡ് ചെയ്യും, മാക്സിമൽ കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അസെൻഡിങ് കണ്ടീഷൻ ഹോൾഡ് ചെയ്യും. അതായത് ഈ രണ്ട് കണ്ടീഷൻസ് എന്താണ്, ഒരു പാർഷ്യലി ഓർഡേർഡ് സെറ്റിൽ ഇക്വലന്റ് ആണ്. അതാണ് നമുക്ക് ആദ്യം പ്രൂവ് ചെയ്യാനുള്ളത്. സോ നമുക്ക് അസെൻഡിങ് ചെയിൻ കണ്ടീഷൻ മാക്സിമൽ കണ്ടീഷനെ ഇംപ്ലൈ ചെയ്യുന്നുണ്ടെന്ന് ആദ്യം പ്രൂവ് ചെയ്യാം. അസ്യൂം അസെൻഡിങ് ചെയിൻ കണ്ടീഷൻ. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് സിഗ്മന്റെ ഏതൊരു നോൺ എംപ്റ്റി സബ്സെറ്റ് എടുത്താലും അതിനൊരു മാക്സിമൽ എലമെന്റ് ഉള്ളത് പ്രൂവ് ചെയ്യണം. സോ ടി സിഗ്മന്റെ ഒരു നോൺ എംപ്റ്റി സബ്സെറ്റ് ആണ് എന്ന് കരുതാം. ടി സിഗ്മന്റെ ഒരു നോൺ എംപ്റ്റി സബ്സെറ്റ്. ഇപ്പോൾ ടിയിലുള്ള എലമെന്റ്സ് ഒക്കെ സിഗ്മയിൽ ഉണ്ടാകും. സിഗ്മ എന്നുള്ളത് ഒരു പാർഷ്യലി ഓർഡേർഡ് സെറ്റ് ആണ്, നോൺ എംപ്റ്റി ആണ്. ഓക്കെ, നോൺ എംപ്റ്റി സബ്സെറ്റ്. സോ നമ്മൾ കോൺട്രഡിക്ഷൻ ആണ് ഉപയോഗിക്കുന്നത്. ടിക്ക് ഒരു മാക്സിമൽ എലമെന്റ് ഇല്ല എന്ന് കരുതും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം നോൺ എംപ്റ്റി ആയതുകൊണ്ട് നമ്മൾ ആദ്യം ഒരു എലമെന്റ്, ടിയിലുള്ള ഒരു എലമെന്റ് ആർബിട്രറി ആയിട്ട് ചൂസ് ചെയ്യാം. മാക്സിമൽ എലമെന്റ് ഇല്ല, അപ്പോൾ x1 എന്താവില്ല, മാക്സിമൽ ആവില്ല. സോ നമുക്ക് ടിന്ന് x1 അല്ലാത്ത ഒരു എലമെന്റിനെ കൺസിഡർ ചെയ്യാം. x1 മാത്രമാണ് ആ സെറ്റിൽ ഇല്ലെങ്കിൽ അത് x1 ഇറ്റ്സെൽഫ് അതിന്റെ ഒരു മാക്സിമൽ എലമെന്റ് ആവും ബൈ റിഫ്ലെക്സിവിറ്റി. ഓക്കെ, സോ x1 മാക്സിമം അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, മാക്സിമൽ ആവില്ല. കാരണം നമ്മൾ അസ്യൂം ചെയ്യുന്നത് ടിയിൽ മാക്സിമൽ എലമെന്റ് ഇല്ല ടിക്ക്. സോ അവിടെ ഒരു x2 എന്നുള്ള ഒരു എലമെന്റ്, x1 മാക്സിമൽ ആയിട്ട് വരില്ല. സോ അവിടെ ഒരു x2 എന്നുള്ള ഒരു എലമെന്റ് ഉണ്ടാകും x1നെ ഡോമിനേറ്റ് ചെയ്യുന്ന രൂപത്തിൽ, x1 ≤ x2 എന്നുള്ള രൂപത്തിൽ. ഓക്കെ, x2 എന്താവില്ല, മാക്സിമൽ എലമെന്റ് അല്ല. കാരണം ടിക്ക് മാക്സിമൽ എലമെന്റ്, ടിന്റെ ഒരു മാക്സിമൽ എലമെന്റ് അല്ല. സോ
x1ഉം x2 അല്ലാത്ത ഒരു എലമെന്റ് x3 ഉണ്ടാവും. ഓക്കെ, ഇവിടെ ടിയിൽ ഉണ്ടാകും, x2നേക്കാളും വലുതായിരിക്കും. ഓക്കെ, വലുതായിരിക്കും. ഓക്കെ, വലുതായിരിക്കും. സോ നമുക്ക് ഇതേ രൂപത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഇൻക്രീസിങ് സീക്വൻസ് കൺസ്ട്രക്ട് ചെയ്യാം. ഈ സീക്വൻസിന് എന്തുണ്ടാവില്ല, മാക്സിമൽ എലമെന്റ് അല്ലെങ്കിൽ മാക്സിമൽ എലമെന്റ് ഉണ്ടാവില്ല. നമുക്ക് ഇത് ഇൻഫൈനൈറ്റ് ആയിട്ട് ഇങ്ങനെ സ്റ്റേഷനറി അല്ലാതായിട്ട് കൺസ്ട്രക്ട് ചെയ്തെടുക്കാൻ പറ്റും, മാക്സിമൽ എലമെന്റ് ഇല്ലാത്തതുകൊണ്ട്. ഓക്കെ, സോ അത് നമ്മുടെ അസംഷന് കോൺട്രഡിക്ഷൻ ആണ്. അതായത് ഈ ഒരു സീക്വൻസിന് എന്തുണ്ടാവില്ല, സീക്വൻസ് എന്താവില്ല, സ്റ്റേഷനറി ആവില്ല. അത് കോൺട്രഡിക്ഷൻ ആണ് നമ്മുടെ അസംഷന്. സോ ടി ഷുഡ് ഹാവ് എ മാക്സിമൽ എലമെന്റ്. ഇനി കോൺവേഴ്സ് മാക്സിമൽ കണ്ടീഷൻ അസ്യൂം ചെയ്യാം. നമുക്ക് ഏതൊരു ഇൻക്രീസിങ് സീക്വൻസ് എടുത്താലും അസെൻഡിങ് കണ്ടീഷനാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ഇൻക്രീസിങ് സീക്വൻസ് എടുത്താലും നമുക്ക് അതിന് എന്ത് വേണം, അത് സ്റ്റേഷനറി ആകണം. ആ സീക്വൻസ് സ്റ്റേഷനറി ആണ്. സപ്പോസ് നമ്മളെ കയ്യിലൊരു ഇൻക്രീസിങ് സീക്വൻസ് ഉണ്ട്, x1 less than or equal to x2 less than or equal to etc. ഓക്കെ, നമ്മൾ ടി ആയിട്ട് എന്തിനു ഡിഫൈൻ ചെയ്യാം, ഈ സെറ്റ്, ഈ സീക്വൻസിലുള്ള ടേംസിനെ കൺസിഡർ ചെയ്യാം. സോ ടി എന്തായിരിക്കും, സിഗ്മെന്റ് ഒരു നോൺ എംപ്റ്റി സബ്സെറ്റ് ആയിരിക്കും. സോ ടിക്ക് എന്തുണ്ടാകും, ഒരു മാക്സിമൽ എലമെന്റ് ഉണ്ടാകും ബൈ മാക്സിമൽ കണ്ടീഷൻ. ഓക്കെ, സോ xn അതിന്റെ ഒരു മാക്സിമൽ എലമെന്റ് ആണെന്ന് കരുതും. സോ മാക്സിമൽ എലമെന്റ് ആണെങ്കിൽ xn + 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു xn ആയിരിക്കും. xn കഴിഞ്ഞിട്ടുള്ള എല്ലാ ടേമിനെയും xn എന്ത് ചെയ്യും, ഡോമിനേറ്റ് ചെയ്യും. ഓക്കെ, അതേപോലെ തന്നെ ഇൻക്രീസിങ് സീക്വൻസ് ആയതുകൊണ്ട് തന്നെ xn കഴിഞ്ഞിട്ടുള്ള എല്ലാ ടേംസും എന്ത് ചെയ്യും, ഡോമിനേറ്റ് ചെയ്യും. സോ ഈ രണ്ട് കണ്ടീഷൻസ് രണ്ട് റിലേഷൻസും ഒരുമിച്ച് കൺസിഡർ ചെയ്താൽ നമുക്ക് എന്ത് പറയാം, xn കഴിഞ്ഞിട്ടുള്ള എല്ലാ ടേംസും എന്തായിരിക്കും, ഈക്വൽ ആയിട്ട് വരും എന്ന് പറയാം. അതായത് നമ്മളുടെ സീക്വൻസ് എന്തായിരിക്കും, സ്റ്റേഷനറി ആയിരിക്കും. സോ അതായത് അസെൻഡിങ് ചെയിൻ കണ്ടീഷൻ മാക്സിമൽ കണ്ടീഷനെ ഇംപ്ലൈ ചെയ്യും, മാക്സിമൽ കണ്ടീഷൻ അസെൻഡിങ് കണ്ടീഷനെ ഇംപ്ലൈ ചെയ്യും. ഇനി ഈ ഒരു കണ്ടീഷൻസ് നമ്മൾ മൊഡ്യൂൾസ്, സബ് മൊഡ്യൂൾസിൽ കൊടുത്താണ്, എന്നിട്ടാണ് നൊതേറിയൻ മൊഡ്യൂളിനെ ഡിഫൈൻ ചെയ്യും. അപ്പോൾ എന്താണ് ഒരു നൊതേറിയൻ മൊഡ്യൂൾ നോക്കാം. ലെറ്റ് എം ബി ആൻ എ മൊഡ്യൂൾ, ലെറ്റ് ആൻഡ് സിഗ്മ ബി എ കളക്ഷൻ ഓഫ് ഓൾ സബ് മൊഡ്യൂൾസ് ഓഫ് എം. ഓക്കെ, എം ഒരു എ മൊഡ്യൂൾ ആണ്, എമ്മിന്റെ സബ് മൊഡ്യൂൾസിന്റെ കളക്ഷൻ കൺസിഡർ ചെയ്യും. സബ് മൊഡ്യൂൾസിന്റെ കളക്ഷനിൽ നമ്മൾ എന്ത് റിലേഷൻ ഡിഫൈൻ ചെയ്ത് കൊടുക്കുക, ഇൻക്ലൂഷൻ റിലേഷൻ ഡിഫൈൻ ചെയ്ത് കൊടുക്കുക. അതായത് M1ഉം M2ഉം എമ്മിന്റെ സബ് മൊഡ്യൂൾസ് ആണെങ്കിൽ M1ഉം M2ഉം റിലേറ്റഡ് ആണെന്ന് പറയും. M1 റിലേറ്റഡ് ടു M2 ആണെന്ന് പറയും. എങ്ങനെയാണെങ്കിൽ M1 is a subset of M2 ആണെങ്കിൽ ഇൻക്ലൂഷൻ റിലേഷൻ. നമുക്കറിയാം സബ് സെറ്റുകളുടെ കളക്ഷനിൽ ഇൻക്ലൂഷൻ റിലേഷൻ ഒരു പാർഷ്യൽ ഓർഡർ ആണ്. സോ നമ്മളുടെ ഈ സിഗ്മ എന്നുള്ള സെറ്റ് എന്തായിരിക്കും, ഒരു പാർഷ്യലി ഓർഡേർഡ് സെറ്റ് ആയിരിക്കും. നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ള റിലേഷൻ ഇൻക്ലൂഷൻ റിലേഷൻ. ആ പാർഷ്യലി ഓർഡേർഡ് സെറ്റിൽ ഇതിലേതെങ്കിലും ഒരു കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു കണ്ടീഷൻ ഹോൾഡ് ചെയ്താൽ ഈ കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ കണ്ടീഷനും ഹോൾഡ് ചെയ്യും. ഓക്കെ, കാരണം ഈ രണ്ട് കണ്ടീഷനും എന്താണ്, ഇക്വലന്റ് ആണ്. ഏതെങ്കിലും ഒരു കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് എന്റെ ഏതൊരു സബ് എം എന്നുള്ള മൊഡ്യൂളിൽ അതിന്റെ സബ് മൊഡ്യൂൾസിന്റെ കളക്ഷനിൽ ഇൻക്ലൂഷൻ റിലേഷൻ ഡിഫൈൻ ചെയ്തിട്ട് ആ മൊഡ്യൂൾ ആ സിഗ്മ എന്നുള്ള ആ കളക്ഷൻ, സബ് മൊഡ്യൂൾസിന്റെ കളക്ഷൻ ഈ അസെൻഡിങ് ചെയിൻ കണ്ടീഷനോ അല്ലെങ്കിൽ മാക്സിമൽ കണ്ടീഷനോ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ആ മൊഡ്യൂളിനെ നൊതേറിയൻ മൊഡ്യൂൾ ആണെന്ന് പറയാം. ഓക്കെ, an A module satisfying either of these equivalent relation, either of these conditions കേട്ടോ.
either of these conditions in the above theorem is called Noetherian module. ഇനി ആർട്ടീനിയൻ മൊഡ്യൂൾ എന്താണെന്നാണ് നെക്സ്റ്റ് പറയാനുള്ളത്. ഓക്കെ, ഇഫ് സിഗ്മ ഈസ് ഓർഡർഡ് ബൈ ലൈക്ക് ദിസ്. ഓക്കെ, ഇങ്ങനെ ഒരു റിലേഷൻ, ഒരു പാർഷ്യലി ഓർഡർഡ് സെറ്റ് തന്നെയാണ്. ഈ ഒരു റിലേഷനിലാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. നേരെ തിരിച്ച് നമ്മൾ കൺസിഡർ ചെയ്യുന്ന റിലേഷൻ ഇൻക്ലൂഷൻ തന്നെയാണ്. നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് നമ്മൾ ഇൻക്ലൂഷൻ പറയുന്നത്. അതായത് M1 റിലേറ്റഡ് ടു M2 ആണെങ്കിൽ M1 ഈസ് കണ്ടെയ്ൻഡ് ഇൻ M2. Then by condition 1 is called the descending chain condition. Descending chain condition എന്ന് പറഞ്ഞാൽ അപ്പോൾ എങ്ങനെയായിരിക്കും നമ്മളെ കണ്ടീഷൻ വരിക? എവറി ഇൻക്രീസിങ് സീക്വൻസ്, decreasing sequence, x1 greater than or equal to decreasing sequence, etc. ഇങ്ങനെയുള്ള ഡിക്രീസിങ് സീക്വൻസ് എന്താണ്? സ്റ്റേഷനറി ആണ്. ആ കണ്ടീഷനെയാണ് നമ്മൾ ഡിസെൻഡിങ് ചെയിൻ കണ്ടീഷൻ എന്ന് പറയാം. ഡിസെൻഡിങ് ചെയിൻ കണ്ടീഷൻ ആൻഡ് കണ്ടീഷൻ 2, അതായത് മിനിമൽ കണ്ടീഷൻ കറസ്പോണ്ട്, അതായത് എവറി നോൺ എംപ്റ്റി സബ്സെറ്റ് ഓഫ് സിഗ്മ ഹാസ് എ മിനിമൽ എലമെന്റ്. ഓക്കെ, മാക്സിമൽ എലമെന്റ് അല്ല, മിനിമൽ എലമെന്റ്. അതാണ് മിനിമൽ കണ്ടീഷൻ. ഒരു എ മൊഡ്യൂൾ, an A module satisfying either of these descending chain condition or minimal condition is called a Artinian module. Okay, definition okay ആണ് കരുതുന്നു. എന്താണ് Noetherian module, Artinian module? Okay, ഫസ്റ്റ് തിയറം, ഒരു മൊഡ്യൂൾ എ മൊഡ്യൂൾ Noetherian ആവാനുള്ള നെസസറി സഫിഷ്യന്റ് കണ്ടീഷൻ ആണ് ഫസ്റ്റിൽ പറയാനുള്ളത്. M is a Noetherian A module if and only if every submodule of M is ഫൈനൈറ്റ്ലി ജനറേറ്റഡ്. ഒരു മൊഡ്യൂളിന്റെ സബ് മൊഡ്യൂൾസ് എല്ലാം ഫൈനൈറ്റ്ലി ജനറേറ്റഡ് ആണെങ്കിൽ ആ മൊഡ്യൂൾ എന്തായിരിക്കും? Noetherian A മൊഡ്യൂൾ ആയിരിക്കും. അതേപോലെ Noetherian A മൊഡ്യൂൾ ആണെങ്കിൽ അതിന്റെ ആ മൊഡ്യൂളിന്റെ സബ് മൊഡ്യൂൾസ് എല്ലാം ഫൈനൈറ്റ്ലി ജനറേറ്റഡ് ആവുകയും ചെയ്യും. പ്രൂഫ് നോക്കുക, സിമ്പിൾ ആണ്. സപ്പോസ് M is Noetherian, then NBA submodule of let NBA submodule of M. നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? N M-ന്റെ സബ്മൊഡ്യൂൾ ആണെങ്കിൽ N ഫൈനൈറ്റ്ലി ജനറേറ്റഡ് ആണെന്ന് പറയാം. ഓക്കെ, സോ സിഗ്മ M-ന്റെ ഫൈനൈറ്റ്ലി ജനറേറ്റഡ് ആയിട്ടുള്ള N-ന്റെ ഫൈനൈറ്റ്ലി ജനറേറ്റഡ് ആയിട്ടുള്ള സബ്മൊഡ്യൂൾസിന്റെ കളക്ഷൻ കൺസിഡർ ചെയ്യുക. ലെറ്റ് സിഗ്മ ബി ദി കളക്ഷൻ ഓഫ് ഓൾ ഫൈനൈറ്റ്ലി ജനറേറ്റഡ് submodules of N. അങ്ങനെയാണെങ്കിൽ സിഗ്മ എന്തായിരിക്കും? നോൺ എംപ്റ്റി ആയിരിക്കും. ക്ലിയർലി നമുക്ക് എന്ത് പറയാം? N-ന്റെ ഒരു സബ് മൊഡ്യൂൾ ആണ് സിംഗിൾട്ടൺ 0, അത് ഫൈനൈറ്റ്ലി ജനറേറ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ സിഗ്മ എന്താണ്? നോൺ എംപ്റ്റി സബ്സെറ്റ് ആണ്, നോൺ എംപ്റ്റി സെറ്റ് ആണ്. സിഗ്മ ഒരു നോൺ എംപ്റ്റി സെറ്റ് ആണ്. സോ സിഗ്മയിലെ വണ്ണോ ഒരു എലമെന്റോ അതിൽ കൂടുതൽ എലമെന്റ്സോ ഉണ്ടാവും. സോ ആ ഒരു സെറ്റിൽ നമുക്ക് ഇൻക്ലൂഷൻ റിലേഷൻ ഡിഫൈൻ ചെയ്യാം. ഓക്കെ, ഇൻക്ലൂഷൻ റിലേഷൻ ഡിഫൈൻ ചെയ്യും. അങ്ങനെയാണെങ്കിൽ സിഗ്മ എന്താകും? ഒരു പാർഷ്യലി ഓർഡേർഡ് സെറ്റ് ആകും, അതായത് കോ സെറ്റ് ആകും. M Noetherian, സോ അതിന്റെ ഏതൊരു സബ് മൊഡ്യൂൾസിന്റെ കളക്ഷൻ എടുത്താലും അതിനെന്തുണ്ടാകും? M-ന്റെ സബ് മൊഡ്യൂൾസിന്റെ ഏതൊരു കളക്ഷൻ എടുത്താലും അതിന് മാക്സിമൽ എലമെന്റ് ഉണ്ടാകും. ഓക്കെ, മാക്സിമൽ കണ്ടീഷൻ സാറ്റിസ്ഫൈ. ഓക്കെ, Noetherian റിംഗ് മൊഡ്യൂൾ ആയതുകൊണ്ട്. ഓക്കെ, സിഗ്മ എന്തായിരിക്കും? N-ന്റെ സബ് മൊഡ്യൂൾസിന്റെ കളക്ഷൻ ആണ്
അതുകൊണ്ട് തന്നെ അത് എന്നിന്റെ സബ് മോഡ്യൂൾസ് എല്ലാം എമ്മിന്റെ സബ് മോഡ്യൂൾസ് ആകും. സോ എപ്സിലോൺ സിഗ്മ എന്നുള്ള ഈ ഒരു കളക്ഷൻ എന്നിന്റെ സബ് മോഡ്യൂൾസിന്റെ കളക്ഷനാണ്. അതുകൊണ്ട് തന്നെ എമ്മിന്റെ സബ് മോഡ്യൂൾസിന്റെ കളക്ഷനാണ്. കാരണം എൻ എമ്മിന്റെ ഒരു സബ് മോഡ്യൂളാണ്. സോ സിഗ്മക്ക് എന്തുണ്ടാകും? ഒരു മാക്സിമൽ എലമെന്റ് ഉണ്ടാകും. ലെറ്റ് എൻ നോട്ട് ബി ഈസ് ദി മാക്സിമൽ എലമെന്റ് ഓഫ് സിഗ്മ. സോ സിഗ്മക്കാണ് മാക്സിമൽ എലമെന്റ്. സിഗ്മന്റെ മാക്സിമൽ എലമെന്റ് ആണ് എന്നോട്ട്. എന്നോട്ട് എവിടെ ഉണ്ടാകും? സിഗ്മയിൽ ഉണ്ടാകും. സോ ദർഫോർ എൻ നോട്ട് ഈസ് കണ്ടെയ്ൻഡ് ഇൻ എൻ. എൻ നോട്ട് എന്താണ്? കണ്ടെയ്ൻഡ് ഇൻ എൻ ആണ്. എൻ എന്താണ്? സിഗ്മ എന്ന് പറഞ്ഞാൽ ഫൈനൈറ്റ്ലി ജനറേറ്റഡ് ആയിട്ടുള്ള സബ് മോഡ്യൂൾസിന്റെ കളക്ഷൻ ആണ്. ഓക്കെ, സോ എൻ നോട്ട് എന്താണ്? ഫൈനൈറ്റ്ലി ജനറേറ്റഡ് ആണ്. സപ്പോസ് എൻ നോട്ട് എന്തല്ല? എന്നിന് ഈക്വൽ അല്ല. എൻ നോട്ട് എന്നിന് ഈക്വൽ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കോൺട്രഡിക്ഷൻസോ എന്തെങ്കിലും കൺക്ലൂഷൻസ് പറയാൻ പറ്റുമോ നോക്കാം. ഓക്കെ, കോൺട്രഡിക്ഷൻ ആയിരിക്കും. ഓക്കെ, കോൺട്രഡിക്ഷൻ പറയാൻ പറ്റുമോ നോക്കാം. സോ നമുക്ക് എന്ത് പറയാം? ഒരു എക്സ് എന്നുള്ള എലമെന്റ് എൻ നോട്ട് ഈക്വൽ ടു എൻ ആണെങ്കിൽ എൻ നോട്ട് ഈസ് പ്രോപ്പർലി കണ്ടെയ്ൻഡ് ഇൻ എൻ ആയിരിക്കും. സോ ദർ എക്സിസ്റ്റ് ആൻ എക്സ് ഇൻ എൻ സച്ച് ദാറ്റ് എക്സ് ഡസ് നോട്ട് ബിലോങ് ടു എൻ നോട്ട്. സോ എൻ നോട്ട് എന്തിനെ കണ്ടെയ്ൻ? എൻ നോട്ടിന് എന്ത് കണ്ടെയ്ൻ ചെയ്യും? ഐഡിയൽ കണ്ടെയ്നിങ് എൻ നോട്ട് ആൻഡ് എക്സ് module containing n naught and x. Okay, അതായത് module generated by n naught and module generated by x. Okay, x നെയും n naught നെയും കണ്ടെയ്ൻ ചെയ്യുന്ന സ്മോളസ്റ്റ് മോഡ്യൂൾ. അതിനെന്ത് കണ്ടെയ്ൻ ചെയ്യും? നമ്മളുടെ n എന്നുള്ള മോഡ്യൂൾ കണ്ടെയ്ൻ ചെയ്യും. ഐഡിയൽ എല്ലാ മോഡ്യൂളാണ് മാറിപ്പോകുന്നത്. സോ n naught എന്താണ്? ഫൈനൈറ്റ്ലി ജനറേറ്റഡ് ആണ്. അത് സിഗ്മന്റെ മാക്സിമൽ എലമെന്റ് ആണ്. ഈ ഒരു ഇൻക്ലൂഷൻ എന്താണ്? പ്രോപ്പർ ഇൻക്ലൂഷൻ ആണ്. ഓക്കെ, പക്ഷേ എൻ നോട്ട് പ്ലസ് മോഡ്യൂൾ ജനറേറ്റഡ് ബൈ എക്സ് അതും എന്ത് തന്നെയായിരിക്കും? ഫൈനൈറ്റ്ലി ജനറേറ്റഡ് ആയിരിക്കും. കാരണം എൻ നോട്ട് ഫൈനൈറ്റ്ലി ജനറേറ്റഡ് ആണ്. അപ്പോൾ അതിന് ഒരു ജനറേറ്റിംഗ് സെറ്റ് ഉണ്ടാകും. x1 x2 എക്സെട്ര xn അതിൻ്റെ ഒരു ജനറേറ്റിംഗ് സെറ്റ് ആണെങ്കിൽ ഞാൻ അതിൻ്റെ കൂടെ എക്സിനും കൂടി ഉൾപ്പെടുത്തിയാൽ മതി. അപ്പോൾ ഈ ഒരു സെറ്റ് എന്തിനെ ജനറേറ്റ് ചെയ്യും? ഈ ഒരു മോഡ്യൂളിനെ ജനറേറ്റ് ചെയ്യും. അതായത് ഈ ഒരു മോഡ്യൂൾ എന്താണ്? ഫൈനൈറ്റ്ലി ജനറേറ്റഡ് ആണ്. ഈ ഒരു ഇൻക്ലൂഷൻ പ്രോപ്പർ ഇൻക്ലൂഷനുമാണ്. ഈ ഒരു മോഡ്യൂൾ അപ്പോൾ ഇവിടെ ഉണ്ടാകും? സിഗ്മയിൽ ഉണ്ടാകും. എൻ നോട്ട് അവിടുത്തെ മാക്സിമൽ എലമെന്റ് ആണ്. പക്ഷേ എൻ നോട്ടിനെ പ്രോപ്പർലി കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു ഒരു എലമെന്റ് സിഗ്മയിലുണ്ട്. അതെന്താണ്? കോൺട്രഡിക്ഷൻ ആണ്. കാരണം എൻ നോട്ട് അവിടുത്തെ മാക്സിമൽ എലമെന്റ് ആണ്. സോ കോൺട്രഡിക്ഷൻ ആയിരിക്കും. അതായത് എൻ നോട്ട് മാക്സിമൽ എലമെന്റ് ആണെന്നുള്ളതിന് കോൺട്രഡിക്ഷൻ ആയിരിക്കും. സോ നമുക്ക് എന്ത് പറയാം? n ഈക്വൽ ടു എൻ നോട്ട് ആണെന്ന് പറയാം. n ഈക്വൽ ടു എൻ നോട്ട് ആണെന്ന് പറയാം. ഇത് ട്രൂ ആണ്. എമ്മിന്റെ ഏതൊരു n ആയിട്ട് നമുക്ക് എമ്മിന്റെ ഏതൊരു സബ് മോഡ്യൂൾ എടുക്കുകയാണെങ്കിൽ, അപ്പോൾ n ആയിട്ട് നമുക്ക് m എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ എൻ നോട്ട് ഈക്വൽ ടു എം ആയിരിക്കും. എൻ നോട്ടും എമ്മും ഈക്വൽ ആയിരിക്കും. അതായത് എൻ നോട്ട് ഫൈനൈറ്റ്ലി ജനറേറ്റഡ് ആയതുകൊണ്ട്. ഓക്കെ, അതല്ലല്ലോ നമുക്ക് പ്രൂവ് ചെയ്യാം. സബ് മോഡ്യൂൾസ് ഫൈനൈറ്റ്ലി ജനറേറ്റഡ് ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാം. സോ എമ്മിന്റെ ഒരു സബ് മോഡ്യൂൾ n എടുത്തു, അത് ഫൈനൈറ്റ്ലി ജനറേറ്റഡ് ആണെന്ന് പ്രൂവ് ചെയ്യും. ഓക്കെ, അത്ര തന്നെ ചെയ്യാൻ കഴിയും. Conversely, assume that every submodule of M is finitely generated. എമ്മിന്റെ എല്ലാ സബ് മോഡ്യൂൾസ് എന്താണ്? ഫൈനൈറ്റ്ലി ജനറേറ്റഡ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എം നോഥേറിയൻ ആണെന്ന് പ്രൂവ് ചെയ്യാം. അപ്പോൾ അതിന്റെ അസെൻഡിങ് ചെയിൻ കണ്ടീഷൻ പ്രൂവ് ചെയ്താൽ മതി. അതായത് അതിന്റെ ഒരു എമ്മിന്റെ സബ് മോഡ്യൂൾസിന്റെ ഒരു അസെൻഡിങ്
ഇൻക്രീസിങ് സീക്വൻസ് അസെൻഡിങ് സീക്വൻസ് കൺസിഡർ ചെയ്യുക, അത് സ്റ്റേഷനറി ആണെന്ന് പ്രൂവ് ചെയ്യാം. സോ ലെറ്റ് M1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു M2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സെട്ര ഈസ് എ ചെയിൻ ഓഫ് സബ് മോഡ്യൂൾസ് ഓഫ് M, അസെൻഡിങ് ചെയിൻ ഓഫ് സബ് മോഡ്യൂൾസ് ഓഫ് M. നമുക്ക് ഈ മോഡ്യൂൾസിനൊക്കെ കണ്ടെയ്ൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഈ ഒരു സീക്വൻസ് കണ്ടെയ്ൻ ചെയ്യുന്നല്ല, ഈ ഒരു സീക്വൻസ് സ്റ്റേഷനറി ആണ് പ്രൂവ് ചെയ്യാം. സോ n ആയിട്ട് എന്തിന് ചൂസ് ചെയ്തു? n is equal to union I runs from 1 to infinity mi. mi ഫൈനൈറ്റ്ലി ജനറേറ്റഡ് ആയതുകൊണ്ട് n1 തന്നെ ആയിരിക്കും ഫൈനൈറ്റ്ലി ജനറേറ്റഡ് ആകും. ഓക്കെ, അവിടെ ഒരു കൺഫ്യൂഷൻ ഉള്ളത് യൂണിയൻ മൊഡ്യൂൾ ആകും. നോക്കാം. ജനറലി രണ്ട് മൊഡ്യൂൾസിന്റെ യൂണിയൻ എന്താവില്ല, മൊഡ്യൂൾ ആകണമെന്നില്ല. പക്ഷെ ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ട്, M1 കണ്ടെയ്നിങ് M2 കണ്ടെയ്നിങ് എക്സെട്ര എന്നുള്ളത് അസെൻഡിങ് ചെയിൻ കണ്ടീഷൻ. നമ്മളുടെ അതായത് M1 കണ്ടെയ്ൻഡ് M2 ആണ് അങ്ങനെ. ഓക്കെ, അപ്പോ കുഴപ്പമില്ല, യൂണിയൻ എന്തായിരിക്കും? മൊഡ്യൂൾ ആകും. ഓക്കെ, സബ് മൊഡ്യൂൾ ആകും. ഓക്കെ, അത് നമുക്ക് പ്രൂവ് ചെയ്യാം. സോ നമുക്കറിയാം MI എന്താണ്? ഫൈനൈറ്റ്ലി ജനറേറ്റഡ് ആണ്. MIs എല്ലാം ഫൈനൈറ്റ്ലി ജനറേറ്റഡ് ആയതുകൊണ്ട് N1 തന്നെ ആയിരിക്കും ഫൈനൈറ്റ്ലി ജനറേറ്റഡ് ആയിരിക്കും. സോ അതിൻ്റെ ഒരു ജനറേറ്റിംഗ് സെറ്റ് കൺസിഡർ ചെയ്യാം, X1 X2 എക്സെട്ര Xn. സോ X1 ഏതെങ്കിലും ഒരു MIയിൽ ഉണ്ടാകും, അതിനെ ഞാൻ MI1 എന്ന് കൊടുത്തിട്ടുണ്ട്. X2 ഏതെങ്കിലും ഒരു MIയിൽ ഉണ്ടാകും, കാരണം Nലുണ്ട്. അപ്പോൾ ഇവിടെ ഈ യൂണിയനിലുള്ള ഏതെങ്കിലും ഒരു MIയിൽ ഉണ്ടാകും. സോ അതിന് X2നെ കണ്ടെയ്ൻ ചെയ്യുന്ന MIനെ MI2 നിർത്തും. അതേപോലെ എക്സെട്ര Xn കണ്ടെയ്ൻ ചെയ്യുന്ന MIനെ ഞാൻ MIN നൊട്ടേറ്റ് ചെയ്തു. എന്നിട്ട് I1 I2 എക്സെട്ര INകളുടെ മാക്സിമം ആയിട്ട് Kനെ ചൂസ് ചെയ്തു. അപ്പോൾ K ആയിട്ട് ചൂസ് ചെയ്താൽ X1ഉം X2 എക്സെട്ര Xnകൾ എവിടെ ഉണ്ടാകും? MKയിൽ ഉണ്ടാകും. കാരണം MKയിൽ MI1ഉം MI2ഉം എക്സെട്ര MINകളൊക്കെ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടാവും. MIJനെയൊക്കെ MK കണ്ടെയ്ൻ ചെയ്യും, കാരണം ഉള്ള സീക്വൻസ് എന്താണ്? ഇൻക്രീസിങ് സീക്വൻസ്. K എന്നുള്ളത് I1 I2 എക്സെട്ര INകളുടെ മാക്സിമം. സോ ഈ എക്സൈസ് എല്ലാം MKയിൽ ഉണ്ടാകും. സോ N എന്താണ്? MKന്റെ സബ്സെറ്റ് ആയിരിക്കും. അതായത് നമുക്കൊരു സ്റ്റേജ് കഴിഞ്ഞാൽ നമ്മളുടെ ഈ സീക്വൻസിലുള്ള എല്ലാ ടേംസും MKകളായിരിക്കും. ഓക്കെ, ഇതാണ് എഴുതിയത്. കൺക്ലൂഷൻ നിങ്ങൾ വായിച്ചു. ഓക്കെ, അതായത് ആ സീക്വൻസിലെ ഒരു കേത്ത് ടേം കഴിഞ്ഞാൽ എല്ലാ ടേംസും MKകളായിരിക്കും. അതായത് നമ്മുടെ സീക്വൻസ് എന്താണ്? സ്റ്റേഷനറി ആണ്. അതായത് നമ്മളുടെ M എന്നുള്ള സീക്വൻസ് MI സ്റ്റേഷനറി സീക്വൻസ് ആണ്. സീക്വൻസ് ആർബിട്രറി ആയതുകൊണ്ട് നമുക്ക് അസെൻഡിങ് ചെയിൻ കണ്ടീഷൻ ഹോൾഡ് ചെയ്യുന്നുണ്ട് എന്ന് പറയാം. ഓക്കെ, സോ M is a Noetherian module. Stationary അല്ല, Noetherian module. Sequence MK. MI is a stationary sequence. So M is a Noetherian module. ഈ Noetherian modules ചില എക്സാമ്പിൾസ് ആണ്, അത് നമ്മൾ നോക്കാം. ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. വായിക്കാം. അടുത്ത ക്ലാസ്സിൽ നമുക്ക് Artinian modules നോക്കാം.